എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് ഇറാന്റെ ഔദ്യോഗിക നാമം. ഇറാൻ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽപ്പെട്ട ഒരു രാജ്യമാണ്. എന്നാൽ ഇറാൻ കഴിഞ്ഞ 30-ലധികം വർഷമായി അമേരിക്കൻ ഉപരോധത്തിന് കീഴിലാണ്. എന്നാൽ ആ ഉപരോധം ആദ്യമൊക്കെ ഇറാനെ തളർത്തിയെങ്കിലും പിന്നീട് പതിയെ പതിയെ ഇറാൻ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങി. പല മേഖലകളിലും ഇറാൻ സ്വയം പര്യാപ്തത കൈവരിച്ചു. ആയുധ നിർമ്മാണ രംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മിലിറ്ററി ഡ്രോൺ ടെക്നോളജിയിൽ ഇറാൻ ഇന്ന് വളർന്നു വരുന്ന ഒരു ശക്തിയാണ്. റഷ്യയ്ക്ക് വരെ ഇറാൻ ഇന്ന് മിലിറ്ററി ഡ്രോണുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 1985 ഇറാൻ ഇറാഖ് യുദ്ധ സമയത്താണ് ഇറാൻ തദ്ദേശീയമായി ആദ്യമായിട്ട് തങ്ങളുടെ മിലിറ്ററി ഡ്രോൺ നിർമ്മിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ കാലഘട്ടത്തിൽ പോലും ഭാവിയിലേക്ക് മിലിറ്ററി ഡ്രോണുകളുടെ ആവശ്യകതയെക്കുറിച്ച് അവർ ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ചുവെന്ന്. പല വിധത്തിലുള്ള മിലിറ്ററി ഡ്രോണുകൾ ഇന്ന് ഇറാൻ നിർമ്മിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മികച്ച 16 മിലിറ്ററി ഡ്രോണുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 16 ഷഹീദ് 149 ഗാസ. ഇറാൻ നിർമ്മിച്ച വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഡ്രോണാണ് ഷഹീദ് 149 ഗാസ. 2021 ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിലെ ഇസ്രായേലിനെതിരെ പോരാടിയ പലസ്തീനികളുടെ ബഹുമാനാർത്ഥമാണ് ഈ ഡ്രോണിന് ഗാസ എന്ന് പേര് നൽകിയിരിക്കുന്നത്. 2021 മെയ് 21 ഈ ഡ്രോണിന്റെ നിർമ്മാണം പൂർത്തിയാവുകയും 2022 ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് എയർഫോഴ്സിന് ഈ ഡ്രോൺ കൈമാറുകയും ചെയ്തു. രൂപത്തിലും വലിപ്പത്തിലും മറ്റുമെല്ലാം അമേരിക്കൻ ഡ്രോണായ MQ-9 റീപ്പറുമായി വളരെയധികം സാദൃശ്യം ഗാസ ഡ്രോണിന് ഉണ്ട്. 2500 കിലോമീറ്റർ അകലെ നിന്ന് വരെ ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. 340 കിലോമീറ്ററോളമാണ് ഗാസ ഡ്രോണുകളുടെ വേഗത. 21 മീറ്റർ നീളമുള്ള ചിറകുകളാണ് ഗാസ ഡ്രോണുകൾക്ക് ഉള്ളത്. 15 ബോംബുകൾ വഹിക്കുവാനും 500 കിലോയോളം ഇലക്ട്രിക് ഉപകരണങ്ങൾ വഹിക്കുവാനും ഗാസ ഡ്രോണുകൾക്ക് സാധിക്കുന്നതാണ്. നമ്പർ 15 ഖുദ്സ് യാസിർ. ഖുദ്സ് ഏവിയേഷൻ നിർമ്മിക്കുന്ന ഒരു ലൈറ്റ് ടാക്ടിക്കൽ നിരീക്ഷണ ഡ്രോണാണ് ഖുദ്സ് യാസിർ. ഇറാൻ പിടിച്ചെടുത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത അമേരിക്കൻ ബോയിങ് ഇൻസിറ്റു സ്കാൻ ഈഗിൾ ഡ്രോണിന്റെ ഒരു ലൈസൻസ് ഇല്ലാത്ത പകർപ്പാണ് യാസിർ ഡ്രോൺ. എന്നാൽ ഖുദ്സ് യാസിർ ഡ്രോണിന് ചില ഡിസൈൻ മാറ്റങ്ങളുണ്ട്. നിലവിൽ ഇറാനും സിറിയയും മാത്രമാണ് യാസിർ ഡ്രോണിന്റെ സ്റ്റേറ്റ് ഓപ്പറേറ്റർമാർ. കൂടാതെ മറ്റു പല സായുധ സംഘടനകൾക്കും ഈ ഡ്രോണുകൾ കയറ്റുമതി ചെയ്തതായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഇറാഖിലും സിറിയയിലും നടന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ ഇറാന്റെ സഖ്യകക്ഷികൾ യാസിർ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. 2013 സെപ്റ്റംബറിലാണ് ഈ ഡ്രോണുകൾ അനാച്ഛാദനം ചെയ്ത് യാസിർ എന്ന പേര് സ്വീകരിക്കുന്നത്. 2013 ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് റഷ്യൻ എയർഫോഴ്സിന് ഒരു യാസിർ ഡ്രോൺ സമ്മാനമായി നൽകിയിരുന്നു. യാസിർ ഡ്രോണിന് 3.5 മീറ്റർ നീളവും 5.3 മീറ്റർ ചിറകുകളും കൂടാതെ 50 കിലോഗ്രാം ഭാരം വഹിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ ഡ്രോണിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 200 കിലോമീറ്ററോളമാണ്. കൂടാതെ 150 മുതൽ 200 കിലോമീറ്റർ വേഗതയിലും ഈ ഡ്രോണുകൾ സഞ്ചരിക്കുന്നു. ഈ ഡ്രോണിന്റെ അപ്ഡേറ്റ് ആയ വേറെ വേർഷനുകൾ ഇനിയും പുറത്തിറക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. നമ്പർ 14 ഷഹീദ് 171 സിമോർഗ് UAV. ഷാഹിദ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ഒരു ജെറ്റ് പവേർഡ് ഫ്ലൈയിങ് വിങ് അൺമാൻ കോമ്പാക്ട് ഏരിയൽ വെഹിക്കിളാണ് ഷാഹിദ് 171 സിമോർഗ് UAV. 2010 സിമോർഗ് ഡ്രോണിന്റെ നിർമ്മാണം ആരംഭിക്കുകയും 2014 സിമോർഗ് ഡ്രോൺ നിർമ്മാണം പൂർത്തിയാക്കി പുറത്തിറങ്ങുകയും ചെയ്തു. നിലവിൽ ഇറാന്റെ മിലിറ്ററി ഗ്രൂപ്പായ IRGCF ആണ് ഈ ഡ്രോണിന്റെ ഉപഭോക്താവ്. ഇറാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി നിർമ്മിച്ച ഒരു മിലിറ്ററി ഡ്രോണാണിത്. ഗൈഡ് മിസൈലുകളും മറ്റും വഹിക്കുന്നതിനായി വളരെ പരിഷ്കരിച്ച ഒരു ഡ്രോൺ നിർമ്മിക്കുന്നതിനായി ഇറാൻ പിടിച്ചെടുത്ത അമേരിക്കൻ MQ-117 ഡ്രോണിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഡ്രോണിന്റെ രൂപകൽപ്പന. RQ-117 ഡ്രോൺ അടിസ്ഥാനമാക്കി നിർമ്മിച്ച 2 ഇറാനിയൻ ഫ്ലൈയിങ് വിങ് ഡ്രോണുകളിൽ ഒന്നാണിത്. ഈ ഡ്രോണിന് 3 മീറ്റർ നീളവും 3.5 മീറ്റർ ചിറകുകളും കൂടാതെ 1 മീറ്റർ ഉയരവുമാണ് ഉള്ളത്. ഈ ഡ്രോണിന് 500 കിലോയോളം ഭാരം വഹിക്കുവാൻ സാധിക്കുന്നതാണ്. മണിക്കൂറിൽ 200 കിലോമീറ്ററോളമാണ് ഈ ഡ്രോണിന്റെ വേഗത. 200 കിലോമീറ്റർ ദൂരെ നിന്ന് വരെ ഈ ഡ്രോൺ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ 9800 അടി ഉയരത്തിൽ സഞ്ചരിക്കുവാൻ ഈ മിലിറ്ററി ഡ്രോണിന് സാധിക്കുന്നതാണ്. നമ്പർ 13 H-110 സരിർ. ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മറ്റൊരു മിലിറ്ററി ഡ്രോണാണ് H-110 സരിർ ഡ്രോൺ. സരിർ എന്ന വാക്കിന് പേർഷ്യൻ ഭാഷയിൽ സിംഹാസനം എന്നാണ് അർത്ഥം.
2013 സരിർ ഡ്രോൺ നിർമ്മിക്കപ്പെട്ടത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രതിരോധ വ്യോമസേനയാണ് നിലവിൽ സരിർ ഡ്രോണിന്റെ പ്രധാന ഉപഭോക്താക്കൾ. വായുവിൽ നിന്ന് വായുവിലേക്ക് ആയുധങ്ങൾ വഹിക്കുന്നതിന് ഈ ഡ്രോണിന് പ്രത്യേക പ്രാപ്തിയുണ്ടെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സരിർ ഡ്രോണിൽ 2 പിസ്റ്റൺ പ്രൊപ്പല്ലർ എഞ്ചിനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എയർ ടു എയർ മിസൈലുകൾ വഹിക്കുന്നതിന് ലിഫ്റ്റിന് കൂടുതൽ പവർ നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത്. റഡാറിൽ നിന്നും ഒളിക്കാനുള്ള കഴിവ്, ദീർഘദൂരം ഉയർന്ന പ്രവർത്തന ദൈർഘ്യം, കൂടാതെ ക്യാമറകളും ആയുധങ്ങളും വഹിക്കാനുള്ള കഴിവ് ഇവയെല്ലാമാണ് ഈ ഡ്രോണിന്റെ പ്രധാന പ്രത്യേകതകൾ. ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും അവയ്ക്കെതിരെ പ്രവർത്തിക്കാനും ശത്രുവിന്റെ സ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ ചിത്രങ്ങൾ എടുക്കുവാനും ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. സരിർ ഡ്രോണിന് ഏകദേശം 7 മീറ്റർ നീളവും 9 മീറ്റർ ചിറകുകളുമാണ് ഉള്ളത്. 2 മീറ്ററിൽ താഴെയാണ് ഈ ഡ്രോണിന്റെ ഉയരം. കൂടാതെ 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. 3500 മുതൽ 5500 അടി വരെ ഉയരത്തിൽ പറക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. ഇതിന്റെ പേലോഡ് ശേഷി ഏകദേശം 100 കിലോഗ്രാം ആണ്. നമ്പർ 13 സാഗെ UAV. ഷഹീദ് സാഗെ എന്നാണ് ഈ ഡ്രോണിന്റെ മുഴുവൻ പേര്. ഷാഹിദ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന മറ്റൊരു ഡ്രോണാണ് ഇത്. ഈ ഡ്രോൺ ഒരു ടർബോ ഫാൻ, പിസ്റ്റൺ പവേഡ്, ഫ്ലൈയിങ് വിൻ, അൺമാൻ കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ ആണ്, അഥവാ ഒരു UCAV ആണ്. 2011 ഇറാൻ പിടിച്ചെടുത്ത അമേരിക്കൻ ഡ്രോണായ RQ-117 സെന്റിനൽ ഡ്രോണിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ഇറാൻ നിർമ്മിച്ച ഡ്രോണാണ് ഷഹീദ് സാഗെ. RQ-117 ഡ്രോൺ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി നിർമ്മിച്ചത് 2 ഡ്രോണുകളായിരുന്നു. അതിൽ രണ്ടാമത്തെ ഡ്രോണാണ് ഇപ്പോൾ പറയുന്ന സാഗെ ഡ്രോൺ. ആദ്യത്തെ ഡ്രോൺ സിമോർഗ് ഡ്രോൺ ആയിരുന്നു. സിമോർഗ് ഡ്രോണിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 2016 ഷഹീദ് സാഗെ റിവീൽ ചെയ്തത്. നിലവിൽ IRGC ആണ് ഈ ഡ്രോണിന്റെ പ്രധാന ഉപഭോക്താക്കൾ. കൂടാതെ സാഗെ 1, സാഗെ 2 എന്നിങ്ങനെ സാഗെ ഡ്രോണുകൾക്ക് മറ്റ് വകഭേദങ്ങളുണ്ട്. സാഗെ ഡ്രോണിന് 2 സാഡിത്ത് മിസൈലുകൾ വഹിക്കുവാൻ സാധിക്കുന്നതാണ്. റൺവേയിൽ കൂടി വേഗത്തിൽ കടന്നു പോകുന്ന വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന റാക്കുകളിൽ നിന്നും ഈ UAV പറന്നുയരുന്നു. സാഗെ ഡ്രോണിന് 2.7 മീറ്റർ നീളവും 7.31 മീറ്റർ ചിറകുകളുമാണ് ഉള്ളത്. 450 കിലോമീറ്റർ റേഞ്ച് ആണ് ഈ ഡ്രോണിന് ഉള്ളത്. കൂടാതെ 300 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. 500 കിലോയോളം ടേക്ക് ഓഫ് ഭാരം വഹിക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കും. കൂടാതെ 25,000 അടി ഉയരത്തിൽ പറക്കുവാനും ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. നമ്പർ 11 ഖുദ്സ് റാഡ് 85. 2010കളിൽ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഡ്രോണാണ് ഖുദ്സ് റാഡ് 85. ഇറാനിയൻ ആർമിയുടെ ഗവേഷണ സ്വയം പര്യാപ്തത ജിഹാദ് ഓർഗനൈസേഷനും ഖുദ്സ് ഏവിയേഷനുമായി സഹകരിച്ച് ഇറാനിയൻ ആർമി ഗ്രൗണ്ട് ഫോഴ്സിനായി നിർമ്മിച്ച ഒരു ഡ്രോണാണ് ഖുദ്സ് റാഡ് 85, അഥവാ റാഡ് 85 എന്നും വിളിക്കുന്നു. ഈ ഡ്രോൺ ഒരു സൂയിസൈഡ് ഡ്രോൺ ആണ്. ഈ ഡ്രോൺ ഒരു ഇലക്ട്രോണിക് യുദ്ധപരിസ്ഥിതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ്. ഈ ഡ്രോണിനെ കുറിച്ച് ഇറാനിയൻ ആർമിയിലെ ജനറലായ അഹമ്മദ് റസ പൗർദിസ്ഥാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ ഡ്രോൺ ഒരു മൊബൈൽ ബോംബ് പോലെയാണ്. കൂടാതെ സ്ഥിരവും മൊബൈൽ ലക്ഷ്യങ്ങൾ നശിപ്പിക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. 2015 സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായി സിറിയൻ പ്രവിശ്യയായ ഇദ്ലിബിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇദ്ലിബിലെ അഹ്റാം അൽ ഷമാം സൈനിക താവളത്തിലാണ് ഈ ഡ്രോണുകൾ വർഷിക്കപ്പെട്ടത്. 5 റാഡ് 85 ഡ്രോണുകളാണ് ഇവിടെ വർഷിക്കപ്പെട്ടത്. റാഡ് 85 ഡ്രോണിന് മണിക്കൂറിൽ ഏകദേശം 250 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. 100 കിലോമീറ്ററിലധികം ദൂരത്തിരുന്ന് ഈ ഡ്രോണിനെ നിയന്ത്രിക്കുവാനും സാധിക്കും. 10,000 അടി ഉയരത്തിൽ വരെ സഞ്ചരിക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. ഇത്രയധികം വിവരങ്ങളാണ് ഈ ഡ്രോണിനെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്പർ 10 കിയാൻ UAV. ഇറാൻ നിർമ്മിതമായ മറ്റൊരു സൂയിസൈഡ് ഡ്രോണാണ് കിയാൻ UAV. ഇറാനിയൻ എയർഫോഴ്സ് ഡ്രോൺ യൂണിറ്റിലെ വിദഗ്ധരാണ് ഈ ഡ്രോൺ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചിരിക്കുന്നതും. 2019 സെപ്റ്റംബറിലാണ് ഈ ഡ്രോൺ അവതരിപ്പിച്ചത്. 2 വേരിയന്റുകളിൽ ലഭ്യമാകുന്ന ഒരു കോമ്പാക്ട് ഡിഫൻസ് ഡ്രോണാണിത്. നിലവിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമിയാണ് ഈ ഡ്രോണിന്റെ പ്രധാന ഉപഭോക്താക്കൾ. കൂടാതെ ഒരു ഡെൽറ്റ വിങ് കോൺഫിഗറേഷൻ ഉപയോഗിച്ചാണ് ഈ ഡ്രോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിയാൻ 1ന്റെ അപ്ഗ്രേഡ് ചെയ്ത വേർഷനായ കിയാൻ 2ഉം നിലവിലിപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 3.5 മീറ്റർ മുതൽ 4 മീറ്റർ വരെ നീളമുള്ള ചിറകുകളും കൂടാതെ 4 മീറ്ററോളം നീളവുമാണ് ഈ ഡ്രോണിന് ഉള്ളത്. കൂടാതെ തുടർച്ചയായി 1000 കിലോമീറ്ററിലധികം ദൂരം പറക്കുവാനും സമുദ്രനിരപ്പിൽ നിന്നും 5000 മീറ്റർ അടി ഉയരത്തിലേക്ക് പറക്കുവാനും ഈ ഡ്രോണിന് കഴിയുമെന്ന് പറയപ്പെടുന്നു. ഇത്രയും വിവരങ്ങളാണ് നിലവിൽ കിയാൻ ഡ്രോണിനെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്പർ 9 കരാർ UAV. ഇറാൻ നിർമ്മിച്ച വളരെ മികച്ച മറ്റൊരു ഡ്രോണാണ് കരാർ ഡ്രോൺ. ഇറാൻ കമ്പനിയായ ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കമ്പനി അഥവാ ഹെസ കമ്പനി നിർമ്മിക്കുന്ന ഒരു ഇറാനിയൻ ജെറ്റ് പവർ ടാർഗറ്റ് ഡ്രോണാണ് കരാർ ഡ്രോൺ.
അമേരിക്കൻ ബീച്ച് ക്രാഫ്റ്റ് MQM-107 സ്ട്രൈക്കർ ടാർഗറ്റ് ഡ്രോണിന്റെ ഒരു ഡെറിവേറ്റീവാണ് കരാർ ഡ്രോൺ. ദക്ഷിണാഫ്രിക്കൻ സ്കൂവയിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തി യുദ്ധോപകരണങ്ങൾക്ക് ഹാൻഡ് പോയിന്റുകൾ ചേർത്തിരിക്കാം. 2010-ൽ അഹമ്മദ് നജാദ് ഇറാന്റെ പ്രസിഡന്റായിരിക്കുമ്പോഴാണ് കരാർ ഡ്രോൺ നിർമ്മിക്കുന്നത്. ഹെസ കരാർ എന്നാണ് ഈ ഡ്രോണിന്റെ മുഴുവൻ പേര്. ഒരു ലക്ഷ്യ ഡ്രോണായി ഒരു ആകാശ ലക്ഷ്യങ്ങളെ അനുകരിച്ചുകൊണ്ട് വ്യോമ പ്രതിരോധ സംഘങ്ങളെ പരിശീലിപ്പിക്കുവാൻ കരാർ ഡ്രോൺ നിലവിൽ ഉപയോഗിക്കുന്നു. ഇറാനിയൻ വ്യോമ പരിശീലനങ്ങളിൽ കരാർ ഡ്രോൺ പതിവായി കാണുന്നു. കരാർ ഡ്രോണിൽ വളരെ പ്രഹരമേറിയ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. കരയിലെ റഡാറുകളെയും നാവിക കപ്പലുകളെയും ലക്ഷ്യമിടുവാൻ ക്രൂയിസ് മിസൈൽ വഹിക്കുന്നതിന് കരാർ ഉപയോഗപ്രദമാകുമെന്ന് പറയപ്പെടുന്നു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് കൂടാതെ സിറിയയിലെ മിലിറ്റന്റ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും നിലവിൽ ഈ ഡ്രോൺ ഉപയോഗിക്കുന്നു. കൂടാതെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലും ഈ ഡ്രോൺ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. കരാർ ഡ്രോണിന് 2.5 മീറ്റർ ചിറകുകളും 4 മീറ്റർ നീളവുമുണ്ട്. 700 കിലോഗ്രാമാണ് ഈ ഡ്രോണിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം. മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കും. കൂടാതെ 1000-ലധികം കിലോമീറ്റർ ദൂരെ നിന്ന് വരെ ഈ ഡ്രോണിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമ്പർ 8 ഹമാസെ UAV. ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ കമ്പനി അഥവാ ഹെസ കമ്പനി നിർമ്മിച്ച മറ്റൊരു ഡ്രോണാണ് ഹമാസെ UAV. ഹെസ ഹമാസെ എന്നും ഈ ഡ്രോൺ അറിയപ്പെടുന്നു. തന്ത്രപരമായ നിരീക്ഷണ വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണാണ് ഹെസ ഹമാസെ. 2013-ലാണ് ഇറാൻ ഈ ഡ്രോൺ അവതരിപ്പിച്ചത്. തുടർന്ന് 2016-ൽ സേവനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. നിലവിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മാത്രമാണ് ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത്. ഹമാസെ ഒരു സിംഗിൾ എഞ്ചിനാണ്. 186 കിലോഗ്രാം വരെ ഇന്ധനം, ഉപകരണങ്ങൾ, പേലോഡ് എന്നിവ വഹിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ്. 2013 മെയ് 9-ന് ഈ ഡ്രോൺ അനാച്ഛാദനം ചെയ്യുന്ന വേളയിൽ ഇറാൻ പ്രസിഡന്റ് അഹമ്മദ് നജാദ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഹമാസെ ഡ്രോണിന്റെ രഹസ്യഗുണത്താൽ ശത്രുവിന്റെ കണ്ടെത്തൽ ഒഴിവാക്കുവാൻ സാധിക്കും എന്നായിരുന്നു. സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ, കമ്മ്യൂണിക്കേഷൻസ് ജാമറുകൾ, ക്യാമറ എന്നിവ വഹിക്കുവാൻ ഹമാസെ ഡ്രോണിന് സാധിക്കുന്നതാണ്. ഈ ഡ്രോണിന് 5.5 മീറ്റർ നീളവും 9.2 മീറ്റർ ചിറകുകളും 1.9 മീറ്റർ ഉയരവുമാണ് ഉള്ളത്. 200 കിലോമീറ്ററിലധികം ദൂരെ നിന്ന് ഈ ഡ്രോൺ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ മണിക്കൂറിൽ 194 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാനും 46,000 അടി ഉയരത്തിൽ സഞ്ചരിക്കുവാനും ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. നമ്പർ 7 ഫോർട്രോസ് UAV. ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കമ്പനി നിർമ്മിച്ച ഒരു ഡ്രോണാണ് ഫോർട്രോസ് UAV. 2013-ലാണ് ഫോർട്രോസ് ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും നിരീക്ഷണത്തിനും യുദ്ധത്തിനും വേണ്ടിയാണ് ഫോർട്രോസ് ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇമാം ഹുസൈൻ ഇബ്നു അലി വീണ്ടെടുത്ത ഷിയ പുരാണങ്ങളിലെ വീണുപോയ മാലാഹയെയാണ് ഈ ഡ്രോണിന്റെ പേര് സൂചിപ്പിക്കുന്നത്. 6 മിസൈലുകളോ ബോംബുകളോ വരെ വഹിക്കുവാൻ ഫോർട്രോസ് ഡ്രോണിന് സാധിക്കുന്നതാണ്. നിലവിൽ ഇറാൻ മാത്രമാണ് ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത്. 2020-ൽ ഇറാനിൽ നടന്ന ഒരു സൈനിക അഭ്യാസ പരിശീലനത്തിൽ ഈ ഡ്രോൺ പങ്കെടുത്തിരുന്നു. 1700 മുതൽ 2000 കിലോമീറ്റർ ദൂരെ നിന്ന് വരെ ഈ ഡ്രോണുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതുവരെ ഈ ഡ്രോൺ സീരീസിൽ വെറും 3 ഡ്രോണുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 8.9 മീറ്റർ ചിറകുകളും 5 മീറ്റർ നീളവും 2 മീറ്റർ ഉയരവുമാണ് ഫോർട്രോസ് ഡ്രോണിന് ഉള്ളത്. 20 മുതൽ 30 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കുവാൻ ഹോട്രോസ് ഡ്രോണിന് കഴിയുന്നതാണ്. കൂടാതെ 25,000 അടി ഉയരത്തിൽ സഞ്ചരിക്കുവാൻ ഹോട്രോസ് ഡ്രോണിന് സാധിക്കുന്നതാണ്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഈ ഡ്രോണിനെ കുറിച്ച് ലഭ്യമായിട്ടുള്ളത്. നമ്പർ 6 അറാഷ് UAV. ഇറാൻ നിർമ്മിച്ച സൂയിസൈഡ് ഡ്രോൺ ഗണത്തിൽ വരുന്ന മറ്റൊരു ഡ്രോണാണ് അറാഷ് UAV. അറാഷ് ഡ്രോണിന്റെ കഴിവുകളെയും സവിശേഷതകളെയും കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. റഷ്യ ഏകദേശം 2400ഓളം അറാഷ് ഡ്രോണുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഷാഹിദ് 136-നേക്കാളും ഭീഷണി ഉയർത്തുന്ന ഒരു കമിക്കോസ് ഡ്രോണാണ് അറാഷ് ഡ്രോൺ എന്നും പറയപ്പെടുന്നുണ്ട്. 2019-ലാണ് ഇറാൻ ഈ ഡ്രോൺ അവതരിപ്പിക്കുന്നത്. തുടർന്ന് 2020-ൽ ഈ ഡ്രോൺ സേനയിൽ പ്രവേശിച്ചു. നിലവിൽ ഇറാന്റെ സേനയായ IRGC ആണ് ഈ ഡ്രോണിന്റെ ഉപഭോക്താക്കൾ. ഒരു ലോഞ്ചറാണ് അറാഷ് ഡ്രോൺ പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു സാധാരണ ട്രക്കിനെ വേഷം മാറ്റി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഡ്രോണിന്റെ വിക്ഷേപണത്തിനായി ഒരു റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗിക്കുന്നു. 4.4 മീറ്റർ നീളവും 2.2 മീറ്റർ ചിറകുകളുമാണ് അറാഷ് ഡ്രോണിന് ഉള്ളത്. 150 കിലോയോളം ഭാരം വഹിക്കുവാൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ 2000 കിലോമീറ്റർ അകലെ നിന്ന് വരെ ഈ ഡ്രോൺ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്. നമ്പർ 5 അബാബിൽ UAV. ഇറാൻ നിർമ്മിക്കുന്ന ഒരു സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ടാക്ടിക്കൽ UAV ആണ് അബാബിൽ ഡ്രോൺ. ഇറാനിയൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കമ്പനി അഥവാ ഹെസ കമ്പനിയാണ് അബാബിൽ ഡ്രോൺ ഡിസൈൻ ചെയ്തത്. തുടർന്ന് ഹെസ ഇസ്വാൻ ഫാക്ടറി ഈ ഡ്രോൺ നിർമ്മിക്കുകയും ചെയ്തു.
അബാബിൽ 1, അബാബിൽ 2, അബാബിൽ 3, അബാബിൽ 4, അബാബിൽ 5 എന്നിങ്ങനെയുള്ള ലൈനുകളിലാണ് അബാബിൽ ഡ്രോൺ വരുന്നത്. ഇതിൽ അബാബിൽ 2-ൽ തന്നെ അബാബിൽ എസ്, അബാബിൽ ബി, ക്വാസിഫ് 1 എന്നിങ്ങനെയുള്ള വേർഷനുകളും ഉണ്ട്. 1980-ലാണ് ആദ്യത്തെ അബാബിൽ ഡ്രോൺ നിർമ്മിക്കുന്നത്. തുടർന്ന് 1986-ൽ ഇറാൻ ഇറാഖ് യുദ്ധസമയത്താണ് അബാബിൽ ഡ്രോൺ ഉപയോഗിക്കുന്നത്. തുടർന്ന് അബാബിൽ ഡ്രോണിന്റെ പല വേർഷനുകളും പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. ദീർഘദൂരം സഞ്ചരിക്കുന്ന വളരെ ചെലവ് കുറഞ്ഞ ഒരു ഡ്രോണാണ് അബാബിൽ ഡ്രോൺ. ഈ ഡ്രോൺ ഇറാൻ മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതിൽ മിഡിൽ ഈസ്റ്റിലെയും മറ്റിടങ്ങളിലെയും രാജ്യങ്ങളും അർദ്ധ സൈനിക വിഭാഗങ്ങളും പെടുന്നു. ഇറാനെ കൂടാതെ തജിക്കിസ്ഥാൻ, സുഡാൻ, സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളും ഇന്ന് അബാബിൽ ഡ്രോൺ ഉപയോഗിക്കുന്നു. കൂടാതെ ലെബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഈ ഡ്രോണിന്റെ ഉപഭോക്താക്കളാണ്. 2.88 മീറ്റർ നീളവും 3.25 മീറ്റർ ചിറകുകളും 0.91 മീറ്റർ ഉയരവുമാണ് അബാബിൽ ഡ്രോണിന് ഉള്ളത്. 80 കിലോയോളം ഭാരം വഹിക്കുവാനും 150 കിലോമീറ്റർ ദൂരം നിന്ന് നിയന്ത്രിക്കുവാനും കൂടാതെ മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും അബാബിൽ ഡ്രോണിന് കഴിയുന്നതാണ്. നമ്പർ 4, ഷാഹിദ് 129 UAV. ഇറാൻ നിർമ്മിച്ചിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ എൻജിൻ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് UAV ആണ് ഷാഹിദ് 129. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനായി ഷാഹിദ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് ആണ് ഈ ഡ്രോൺ രൂപകൽപ്പന ചെയ്തത്. ഷാഹിദ് 129 ഡ്രോൺ യുദ്ധങ്ങൾക്കും രഹസ്യാന്വേഷണത്തിനും വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ്. കൂടാതെ ഈ ഡ്രോണിന് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനക്ഷമതയുമുണ്ട്. കൂടാതെ വലിപ്പത്തിലും രൂപത്തിലും പങ്കിലും അമേരിക്കൻ ഡ്രോണായ MQ-1 പ്രൊഡക്ടർ ഡ്രോണിന് സമാനമാണ് ഷാഹിദ് 129 ഡ്രോൺ. ഇറാനിയൻ ഡ്രോണുകളിലെ ഏറ്റവും കഴിവുള്ള ഡ്രോണുകളിൽ ഒന്നായി ഈ ഡ്രോണിനെ കണക്കാക്കുന്നു. ഈ ഡ്രോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷാഹിദ് ഏവിയേഷൻ ആണെങ്കിലും ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കമ്പനിയാണ്. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ വ്യോമാക്രമണത്തിനും ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പെട്രോളിങ്ങിനും ഈ ഡ്രോണുകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാനെ കൂടാതെ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു രാജ്യം റഷ്യയാണ്. കൂടാതെ ഹിസ്ബുള്ളയും ഹൂതികളും ഈ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. 8 മീറ്റർ നീളവും 16 മീറ്റർ ചിറകുകളും 3.1 മീറ്റർ ഉയരവുമാണ് ഷാഹിദ് ഡ്രോണിന് ഉള്ളത്. മണിക്കൂറിൽ 150 കിലോമീറ്ററോളമാണ് ഷാഹിദ് ഡ്രോണിന്റെ വേഗത. കൂടാതെ 400 കിലോഗ്രാം പേലോഡ് വഹിക്കുവാൻ ഷാഹിദ് ഡ്രോണിന് കഴിയും. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി 24 മണിക്കൂർ നേരം പറക്കുവാൻ ഷാഹിദ് 129 ഡ്രോണിന് സാധിക്കുന്നതാണ്. നമ്പർ 3, ഷാഹിദ് 136 UAV. ഹെസ ഷഹീദ് 136 എന്നാണ് ഈ ഡ്രോണിന്റെ മുഴുവൻ പേര്. ഈ ഡ്രോൺ ഒരു കാമിക്കോസ് ഡ്രോൺ അഥവാ ഒരു സൂയിസൈഡ് ഡ്രോൺ ആണ്. ഷാഹിദ് ഏവിയേഷൻ ഇൻഡസ്ട്രീസുമായി സഹകരിച്ച് ഇറാനിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹെസ കോർപ്പറേഷനാണ് ഈ ഡ്രോൺ രൂപകൽപ്പന ചെയ്തത്. തുടർന്ന് ഷാഹിദ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് ആണ് ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 10,000 മുതൽ $50,000 വരെയാണ് ഈ ഡ്രോണിന്റെ വില വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ ഇതേ പ്രഹരശേഷിയുള്ള ഒരു മിസൈലിന് ഏകദേശം $1 മില്യൺ ആണ് വില വരുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇറാന്റെ ഡ്രോണുകൾ എത്രത്തോളം ചീപ്പാണ് എന്നാണ്. ഇത്രത്തോളം കുറഞ്ഞ ചെലവിൽ ഡ്രോണുകൾ നിർമ്മിക്കുവാൻ ഇറാൻ ഇന്ന് സാധിക്കുന്നു. ഇറാനെ കൂടാതെ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു രാജ്യം റഷ്യയാണ്. ഉക്രൈനിൽ നടന്ന യുദ്ധത്തിൽ റഷ്യ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാഖിലെ കുർദിസ്ഥാനിലും 2024 ഏപ്രിലിൽ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡ്രോണിന് 3.5 മീറ്റർ നീളവും 2.5 മീറ്റർ ചിറകുകളുമുണ്ട്. മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ ഈ ഡ്രോണിന് കഴിയും. കൂടാതെ ഈ ഡ്രോണിന് തുടർച്ചയായി 24 മണിക്കൂർ നേരം പറക്കുവാനും സാധിക്കുന്നതാണ്. നമ്പർ 2, കമാൻ 22 UAV. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സ് അവതരിപ്പിച്ച ഒരു വൈഡ് ബോഡി അൺമാൻ കോമ്പാക്ട് ഏരിയൽ വെഹിക്കിളാണ് കമാൻ 22 UAV. ഇറാൻ നിർമ്മിച്ചിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഡ്രോണാണ് കമാൻ 22. 2021 ഫെബ്രുവരി 24-നാണ് ഇറാൻ ഈ ഡ്രോൺ അവതരിപ്പിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സ് ആണ് ഈ ഡ്രോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും. തുടർന്ന് സേനയിൽ പ്രവേശിക്കുകയും ചെയ്തു. നിലവിൽ ഇറാൻ മാത്രമാണ് ഈ ഡ്രോൺ ഉപയോഗിക്കുന്ന രാജ്യം. നിലവിൽ മറ്റ് രാജ്യങ്ങളോ ഹിസ്ബുള്ളയോ ഹൂതികളോ ഈ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. ഇറാൻ നിർമ്മിച്ച ആദ്യത്തെ വൈഡ് ബോഡി ഡ്രോണാണ് ഇതെന്ന് പറയപ്പെടുന്നു. IRIAF കമാൻഡർ അസീസ് നസിർസാദെ ഈ ഡ്രോണിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: എല്ലാത്തരം യുദ്ധോപകരണങ്ങളും വഹിക്കാൻ ശേഷിയുള്ള രാജ്യത്ത് ആദ്യമായി ആഭ്യന്തരമായി നിർമ്മിച്ച ഒരു വൈഡ് ബോഡി ഡ്രോണാണ് കമാൻ 22 എന്നാണ്. ഈ ഡ്രോണിന് ഏകദേശം 300 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാൻ കഴിയും. കൂടാതെ തുടർച്ചയായി 24 മണിക്കൂർ നേരം പ്രവർത്തിക്കുവാൻ ഈ ഡ്രോണിന് കഴിയുന്നതാണ്.
കമാൻ 22 ഡ്രോണിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഏകദേശം 3000 കിലോമീറ്റർ ആണ്. നമ്പർ 1 മൊഹാജർ 10. 2023 ഇറാൻ അവതരിപ്പിച്ച ഒരു UCAV ആണ് മൊഹാജർ 10. ഖുദ്സ് മൊഹാജർ 10 എന്നാണ് ഈ ഡ്രോണിന്റെ മുഴുവൻ പേര്. IAIO, ഖുദ്സ് ഏവിയേഷൻ ഇൻഡസ്ട്രിയൽ കമ്പനി, IRGC, പ്രതിരോധ സായുധ സേന ലോജിസ്റ്റിക്സ് മന്ത്രാലയം എന്നീ ഇറാനിയൻ സ്ഥാപനങ്ങൾ സംയുക്തമായി ചേർന്നിട്ടാണ് മൊഹാജർ 10 എന്ന ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും വ്യോമാക്രമണം, ഇന്റലിജൻസ്, രഹസ്യാന്വേഷണം, അന്വേഷണം, ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾ ഈ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. മൊഹാജർ എന്നാൽ ഇറാൻ ആദ്യമായി നിർമ്മിച്ച മിലിറ്ററി ഡ്രോണിന്റെ പേരാണ്. ആ ഡ്രോൺ സീരീസിലെ അവസാനത്തെ ഡ്രോണാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന മൊഹാജർ 10. മൊഹാജർ ഡ്രോണിന്റെ മറ്റ് പതിപ്പുകൾ ഇറാഖ്, സിറിയ, റഷ്യ എന്നീ രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മൊഹാജർ 10 നിലവിൽ ഇറാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. മൊഹാജർ 10ന്റെ ഇന്ധനശേഷി ഏകദേശം 450 ലിറ്ററാണ്. 24 മണിക്കൂർ തുടർച്ചയായി പറക്കുവാൻ ഈ ഡ്രോണിന് കഴിയും. കൂടാതെ മണിക്കൂറിൽ 210 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാനും ഈ ഡ്രോണിന് സാധിക്കും. 600 കിലോയോളം ഭാരം വഹിക്കുവാനും 7 കിലോമീറ്ററോളം ഉയരത്തിൽ സഞ്ചരിക്കുവാനും ഈ ഡ്രോണിന് സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നന്ദി.